അതിന്റെ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പാണ് മനസ്സിലായത് പേസും സോപ്പും വെക്കുന്ന ഓപ്പർച്യൂണിറ്റി അല്ല, ഫ്യൂച്ചർ വെക്കാൻ പറ്റുന്ന, അല്ലെ നമ്മൾ ആഗ്രഹങ്ങൾ നേടാൻ പറ്റുന്ന, ടെക്നോളജി ബേസ് ചെയ്ത് വളരുന്ന വലിയൊരു മേഖലയാണ്. കാര്യങ്ങൾ കേട്ടു. മെജോറിറ്റി ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ സ്പോട്ടിൽ റിജക്ട് ചെയ്തു. കാരണം ഒന്നല്ല, ഞാൻ വേറൊരു മേഖല ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കോളേജ് പഠിക്കുന്ന സമയമാണ്. മുന്നേ ഒരു മേഖല ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ആളോട് സംസാരിക്കാറില്ല, ഇടപെടാറില്ല. ആകെ എൻ്റെ ഒരു സർക്കിൾ മാത്രം, നമ്മളെ ചങ്ങായിമാർ, കോളേജിലെ കുട്ടികൾ, നാട്ടിലെ എൻ്റെ പ്രായമുള്ളവർ, അവര് മാത്രമാണ് നമ്മളൊരു സർക്കിള്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഈ വീട്ടുകാർക്കും അറിയാം, നമുക്ക് ഒരു കച്ചവടം ചെയ്തിട്ട് ഒരു സാധനം തികച്ചും ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആണ് എന്റെയും. കാരണം വയസ്സ് 22 പേര് അബിൻ. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ വടകര വില്യാപ്പിലാണ് സ്വദേശം. ഓക്കെ, ഇപ്പോ 22 വയസ്സേ ഉള്ളൂ. അപ്പോ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെ എന്നേക്കാൾ പ്രായം കൂടുതലുള്ള, അല്ലെ ഒരുപക്ഷെ എന്റെ വയസ്സോളം ഏതെങ്കിലും ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് മുന്നിലിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഞാൻ പറയുന്നത് എന്തിനാ നിങ്ങൾ കേൾക്കണം എന്ന് വെച്ചാൽ, കഴിഞ്ഞൊരു 2.5-3 വർഷമായി പാർട്ട് ടൈമറായി ഫുൾ ടൈമറായിട്ട് മൈലേജ് മാർക്കറ്റിംഗ് ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോ 1 മാസമായി, അല്ലെ 1 വർഷമായി, അല്ലെ 3-4 മാസമായി മൈലേജിൽ ചെയ്യുന്നത്. അപ്പോ അതിനേക്കാൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്, കുറച്ചുകൂടി അച്ചീവ്മെന്റും കുറച്ചുകൂടി നേട്ടങ്ങളും ചെയ്ത കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കണം. എന്താണ് തീർച്ചയായും എന്റെ കയ്യിൽ നിന്ന്, അല്ലെ എന്റെ കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഉപകാരങ്ങൾ എന്തായാലും കിട്ടും, അത് ഗ്യാരണ്ടി ആണ്. അപ്പൊ എന്തായാലും എന്റെ എക്സ്പീരിയൻസിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങള് ഡൽഹിയിലൊക്കെ ഉള്ള ടീം ഉണ്ടെന്ന് അറിയാം. മലയാളം മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, എന്തുണ്ടെങ്കിലും, അതായത് എന്റെ സ്ലാങ് വടകരയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കാം. സ്പീഡ് കൂടുതലായിരിക്കാം, എല്ലാം ക്ഷമിക്കുക. ഞാൻ പരമാവധി എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാം. അപ്പൊ ഒരു എക്സ്പീരിയൻസിലേക്ക് കടക്കുകയാണെങ്കിൽ, കഴിഞ്ഞൊരു 3 വർഷം മുമ്പ് 18-19 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതിൽ കേൾക്കുന്നത്. എല്ലാവരെ പോലെ കാര്യങ്ങൾ കേട്ടു. മെജോറിറ്റി ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ സ്പോട്ടിൽ റിജക്ട് ചെയ്തു. കാരണം ഒന്നല്ല, ഞാൻ വേറൊരു മേഖല ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കോളേജ് പഠിക്കുന്ന സമയമാണ്. മുന്നേ ഒരു മേഖല ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ആളോട് സംസാരിക്കാറില്ല, ഇടപെടാറില്ല. ആകെ എൻ്റെ ഒരു സർക്കിൾ മാത്രം, നമ്മളെ ചങ്ങായിമാർ, കോളേജിലെ കുട്ടികൾ, നാട്ടിലെ എൻ്റെ പ്രായമുള്ളവർ, അവര് മാത്രമാണ് നമ്മളൊരു സർക്കിള്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഈ വീട്ടുകാർക്കും അറിയാം, നമുക്ക് ഒരു കച്ചവടം ചെയ്തിട്ടോ ഒരു സാധനം കൊടുത്തിട്ടോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പോട്ട് റിജക്ട് ചെയ്തു. കാരണം എനിക്ക് അധികം സംസാരിക്കുന്ന അറിയില്ല, അതുകൊണ്ട് സ്പോട്ട് റിജക്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നത് എന്റെ ഫ്രണ്ട്, എന്റെ വീടിന്റെ അപ്പുറം തന്നെയുള്ള നമ്മൾ ഒന്നിച്ച് കളിക്കുന്ന മുസമ്മിലാണ്. അപ്കമിങ് DTC മുസമ്മിലാണ് ഇത് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നത്. അപ്പൊ കേട്ടു, ഇഷ്ടപ്പെട്ടു, നോ പറഞ്ഞു. പക്ഷെ മുസമ്മിലെ കണ്ടിന്യൂസ് ഫോളോ അപ്പ്, മുസമ്മിലെ എനിക്ക് തരാൻ എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും, അത്യാവശ്യം എന്റെ ചങ്ങായിമാർക്കെല്ലാം കൊടുത്ത് ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് എന്റെ വരുന്നത്. കാരണം അവനറിയാൻ ഞാനിത് തുടങ്ങൂല. കാരണം ഇത് തുടങ്ങുമ്പോൾ നമ്മളൊരു ക്വാളിറ്റി കണക്കാക്കുമല്ലോ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഇടുമല്ലോ, നല്ലോണം സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് അങ്ങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരിക്കലും നമ്മൾ ആദ്യം കൊടുക്കുക. അതിനനുസരിച്ച് നമ്മളെ നല്ല ബോണ്ടുള്ള. അപ്പൊ ഇവന് എന്നെ ലാസ്റ്റ് കാരണം എനിക്ക് സംസാരിക്കുന്ന അറിഞ്ഞൂടാ, അധികം അങ്ങനെ എല്ലാവരോടും വലിയവരോടൊന്നും മിണ്ടാലില്ല. അതെല്ലാം അവൻ അറിയുന്നോണ്ട് തന്നെ ലാസ്റ്റ് മാത്രമല്ല, ഞാൻ അത്യാവശ്യം നല്ല പഠിക്കുകയും ചെയ്യും. അങ്ങനെ സൂപ്പർ പഠിപ്പല്ല, അത്യാവശ്യം NMS സ്കോളർഷിപ്പും അതേപോലെ US സ്കോളർഷിപ്പും, അതേപോലെ തന്നെ 10ാം ക്ലാസ് മാർക്ക്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നു. പിന്നെ ഡിഗ്രിയിൽ BSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് അവൻ അധികം എനിക്ക് വില നിൽക്കില്ല. അതുകൊണ്ട് ലാസ്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി. പക്ഷെ കേട്ടപ്പോ ഞാൻ നോവും പറഞ്ഞു. പക്ഷെ ഇവൻ എന്നെ കളിക്കുമ്പോൾ ഇത് തന്നെ പറയുക, ഇനി അന്ന് പൈസ നിൽക്കണെങ്കിൽ അടിയിൽ ഒരുത്തം വരുവനും. ഇത് ട്രെയിനിങ്ങിന് വരുമ്പോ അടിപൊളി ചങ്ങായി വന്ന് സെറ്റ് സംഭവമാ, ഒരുത്തം കാർ എടുത്ത്, ബൈക്ക് എടുത്ത്, അങ്ങനെ ഓരോന്ന് പറയും. പക്ഷെ നമ്മൾ ഈ മൈൻഡ് കേട്ട് ഇതിലൂടെ ഒഴിവാക്കി കളിക്കും. ആയിക്കോട്ടെ, എന്റെ വീണ്ടും മുന്നിൽ പോലും പള്ളിയിൽ പോവാ. അപ്പൊ ഇത് തന്നെ പറയും. അങ്ങനെ കേട്ടപ്പോ ഒരിക്കലും എന്റെ ഒരു കാര്യം പറഞ്ഞേ, എടാ എനിക്ക് ചെറുപ്പത്തിലെ മുടി നിറക്കുന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഫുള്ള് വെള്ളം മുടി ഒന്നല്ലേ, ഒറ്റ മുടി നരച്ചെത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് വെള്ളം മുടിയില്ലേ, നമുക്കൊരു ഹെയർ ഓയിൽ ഉണ്ട്, ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ലൈക്കായ സാധനം അതാ. കാരണം എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എത്ര പൈസ? അപ്പം പറഞ്ഞു 440. മുന്നേ 3 വർഷം മുമ്പുള്ള റേറ്റ് 440. അപ്പൊ പറഞ്ഞു ആയിക്കോട്ടെ, ഓക്കെ, വാങ്ങാം, ഉപയോഗിക്കാം. വാങ്ങി. അപ്പൊ പറഞ്ഞു അവിടെ വാങ്ങുന്നതാണെങ്കിൽ ഇനി ലൈസൻസ് എടുത്തോ, അതാണ് വില കുറഞ്ഞ് കിട്ടുന്നത്. അവൻ ലൈസൻസ് ഒന്നും വേണ്ട, അവിടെ ലൈസൻസ് ഫ്രീ ആടാ, വേറെ പ്രൊസീജിയർ ഒന്നും ഇല്ല, പേരും അഡ്രസ്സൊക്കെ വേണ്ടുന്നു. അവൻ ഓക്കെ, എന്നാ പേര് ബീന, അമ്മേന്റെ പേര് കൊടുത്ത്, അഡ്രസ്സ് കൊടുത്ത്, ഏജെല്ലാം കൊടുത്ത് ഒരു ID രജിസ്റ്റർ ചെയ്തു. ജസ്റ്റ് കസ്റ്റമർ ആയിട്ട് ഹോൾസെയിൽ വില ഹെയർ ഓയിൽ കിട്ടാൻ വേണ്ടി മാത്രം. ഹെയർ ഓയിൽ മാത്രമല്ല, വീട്ടിലേക്ക് പേസ്റ്റ്, തൈലം, അങ്ങനെ 3-4 സാധനം, ഒരു 1000 സാധനം വാങ്ങി ഹോൾസെയിൽ റേറ്റിന് ഉപയോഗിച്ചു നോക്കുമ്പോ ഹെയർ ഓയിലാണല്ലോ, ഒറ്റയടിക്ക് പെട്ടെന്ന് വലിയ റിസൾട്ട് അല്ല. ഉപയോഗിച്ച് മുടി വെച്ചാൽ വ്യത്യാസം വന്ന് എന്തോ ഒരു നല്ലൊരു ഫ്രഷ്നസ് ഉണ്ടായിരുന്നു. ഒരു 4 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒറ്റ മുടി കാണുന്നില്ല. ഞാൻ പറഞ്ഞ മുസമ്മിൽ ഇതിങ്ങി രാത്രി വന്ന് ഒരു കത്രി എടുത്ത് മുറിക്കലല്ലേ,
എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങനെയാണ് ഈ മുഖക്കുരുവായി മാറ്റുന്നത്. നമുക്ക് ചെറുപ്പത്തിലെ മുഖക്കുരുവായിട്ട് സ്കിന്നൊരു വെയിൽ കൊണ്ട് കരിവാളിച്ചത്, സ്കിൻ ഞാൻ കുരു ഇങ്ങനെ വന്നാൽ പൊട്ടിച്ച് ഫുള്ള് കാല. അപ്പൊ ആ സമയത്ത് കൊറോണ കഴിഞ്ഞ സമയത്ത് അങ്ങനത്തെ ഫുള്ള് മുഖത്തങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇത് മാറ്റി തന്നു. കാരണം അതേ ഫോട്ടോയിൽ എടുത്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നമ്മളെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ആ ഫോട്ടോയിലും കാണിച്ചതാ. അപ്പോ മെല്ലെ ബ്ലഡ് പ്യൂരിഫയറും ഫേസ് വാഷ് ഫെയർനെസ് ക്രീം ഈ 3 പ്രൊഡക്റ്റുകൾ തന്ന് നോക്കുമ്പോ അടിപൊളി. കാരണം പെട്ടെന്ന് റിസൾട്ട്. അപ്പൊ ഞാൻ നമ്മളെ ബിസിനസ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാം. അല്ല ആരെങ്കിലും എന്റെ ചങ്ങായിമാർക്ക് അറിയാം, എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം. മൂക്കൂരുള്ളതും നരയുള്ളതല്ലോ. അവരാരും ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാം, നല്ല സെറ്റ് ആക്കാലോ എന്നെല്ലാം പറഞ്ഞ് ജസ്റ്റ് ഓർഡർ അനുസരിച്ച് പ്രോഡക്റ്റ് എടുക്കാൻ തുടങ്ങി. നമ്മളെ ചങ്ങായിമാർക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത് എന്റെ അമ്മ പറഞ്ഞ എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലാണ്. ഒരു പേസ്റ്റ് ഉണ്ട്, വീട്ടിൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഫീഡ്ബാക്ക് തോന്നി. നമ്മൾ ആളെ അബീന്റെ ഒരു പേസ്റ്റ് ഉണ്ട് ഇന്ന് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞ് ഞാൻ അടുത്തേക്കാണ് ആദ്യമായിട്ട് ഒരു പേസ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ സാധനം കൊടുത്ത ആളല്ലേ അല്ലേ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന വെച്ചാൽ മാതൃഭൂമി പേപ്പർ കൊണ്ട് നമ്മളെ പേസ്റ്റ് മാതൃഭൂമി പേപ്പർ കൊണ്ട് ഫുൾ കവർ ചെയ്ത് ആരും കാണാണ്ട് അവിടെ പോയി കൊടുത്ത് ഈ വാങ്ങുന്ന റിസീവർച്ചക്കും കൊടുക്കുന്ന എനിക്ക് അറിഞ്ഞോണ്ട് ഇത് വേസ്റ്റ് ആണ്. കാരണം അത്രയും കുറവാണ്. കാരണം എന്നെ സംബന്ധിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നെല്ലാം പറയുന്നു വലിയ കാര്യത്തിൽ ആണെന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയതാണെങ്കിൽ പോലും അങ്ങനെയാണ് തുടക്കം. പിന്നെ ജസ്റ്റ് നമ്മള് ഓർഡർ അനുസരിച്ച് ഓരോ പ്രൊഡക്റ്റിൽ എടുത്ത് അങ്ങനെ നോക്കുമ്പോൾ കാര്യമൊന്നുമില്ല. പൈസക്ക് ആവശ്യമുള്ള ഫാമിലി തന്നെയാണ്. പക്ഷെ നമുക്ക് വീട്ടിൽ പറഞ്ഞാൽ ഇനി പഠിക്കാൻ നോക്കിയായി പൈസ ഒന്നും പറ്റി ഇനി പറയിടാണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാൽ നമുക്കൊരു ആഗ്രഹമുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു വേസ്റ്റ് കിട്ടാൻ 40 50 രൂപ കിട്ടുമല്ലോ, ഒരു ഹെയർ ഓയിൽ കൊടുത്താൽ 100 രൂപ കിട്ടുമല്ലോ. ഇങ്ങനെ കിട്ടുമ്പോൾ കോളേജിൽ പോകുമ്പോൾ വണ്ടിയിൽ എണ്ണ അടിക്കാം, ഫുഡ് കഴിക്കാം, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോകാലോ. സിനിമക്ക് പോകുന്ന കാര്യമല്ല, നമുക്ക് നമ്മളെ ഇത് സെറ്റാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ അത്യാവശ്യം പ്രൊഡക്റ്റ് കൊടുത്ത ഒരിക്കലും നല്ല അഭിപ്രായം. ഓരോരുത്തർ 1 2 3 ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് നല്ല അഭിപ്രായം. അവര് മാമന് കൊടുക്കാൻ വേണ്ടി ഒരു ഹെയർ ഓയിലും കൂടി വേണടാ, ഗൾഫിലേക്ക് കൊടുക്കും ഒരു 3 ഹെയർ ഓയിൽ ഇട്ടോടോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്കൊന്നും കൂടി ലൈക്ക് ആയി. കാരണം എന്തോ ആളുകൾക്ക് ആവശ്യക്കാരുണ്ട്. അപ്പൊ നമുക്ക് എന്തോ ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ച സംഭവം സെറ്റ് ആയിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ എല്ലാം നിർബന്ധിക്കും പ്രോഗ്രാമിന്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഒരു മീറ്റിങ്ങിന് ഇതിന്റെ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പാണ് മനസ്സിലായത് പേസും സോപ്പും വിൽക്കുന്ന ഓപ്പർച്യൂണിറ്റി അല്ല, ഫ്യൂച്ചർ വിൽക്കാൻ പറ്റുന്ന അല്ലെ നമ്മൾ ആഗ്രഹങ്ങൾ നേടാൻ പറ്റുന്ന ടെക്നോളജി ബേസ് ചെയ്ത് വളരുന്ന വലിയൊരു മേഖലയാണെന്ന് മനസ്സിലായി. പക്ഷെ അതിനു മുമ്പേ എന്റെ വീട്ടില് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും ഗ്രേറ്റ് നാഷണൽ ടീം കൊണ്ട് അജിന സാറ് ഇന്നലെ FSS കേട്ടോ വളരെ സിനാൻ സാർ അറിയില്ലേ, സിനാൻ സാറിൽ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കാറ്റി പോലില്ല. കാരണം എനിക്ക് എന്തോ എനിക്ക് വേണ്ടാത്ത ഓപ്പർച്യൂണിറ്റി ചെയ്തു. പിന്നെ എന്തിനെ കേൾക്കണം എന്ന രീതിയിലായിരുന്നു. പിന്നെയാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ പതിയെ എന്റെ കുറച്ച് ചങ്ങായിമാരിലേക്ക് ഓപ്പർച്യൂണിറ്റി എത്തിച്ച്. കാരണം ഞാൻ കോളേജിൽ പോകുന്ന ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയത്. ഇവിടെ ഇഷ്ടംപോലെ പാർട്ട് ടൈമേഴ്സ് ഉണ്ടാവാം ജോലിക്ക് പോകുന്ന. അതേപോലെ ഞാൻ ഇപ്പൊ ഒരു 9 മണിക്ക് കോളേജിൽ പോകും, 5 മണി നമുക്ക് കോളേജ് കഴിയാൻ. അതിനുശേഷം അപ്പുറപ്പുറം ചുറ്റുപാട് കുറച്ച് പ്രൊഡക്റ്റുകളും കൊടുക്കും. ഒരു 6 മണിക്ക് ശേഷമായിട്ട് ഓരോരുത്തർ ചങ്ങായിമാരിലേക്ക് അവസരം കൊടുക്കാൻ വേണ്ടി പോകും, ലീഡേഴ്സിനെയും കൂട്ടി. അങ്ങനെ 1 2 ഒരു 5 6 പേർക്ക് അവസരം കൊടുത്തു. അങ്ങനെ തുടങ്ങിയതാണ് പതിയെ. വലിയ സ്പീഡിലൊന്നുമില്ല, ഒരു തിരക്ക് പിടിച്ചിട്ട് പോക്കൊന്നുമില്ല. നല്ല പതിയെ ലീഡേഴ്സ് വിളിച്ചാ വർക്കിന് പോകും, ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കും. ഇപ്പൊ അങ്ങനെയായിരുന്നു. ഇപ്പൊ നിങ്ങളെ മൈ ലൈഫ് സ്റ്റൈൽ എന്തെല്ലാം പ്രൊഡക്റ്റ് ഉണ്ട്? നമ്മളെ മൈ ലൈഫ് സ്റ്റൈൽ 100 മേലെ ഉൽപ്പന്നങ്ങളില്ല. എന്റെ മൈ ലൈഫ് സ്റ്റൈൽ 5 പ്രൊഡക്റ്റേ ഉള്ളൂ. ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, പേസ്റ്റ്, ഹെയർ ഓയില്, പിന്നെ ഇൻഹെയർ, സോപ്പ്, പിന്നെന്തെല്ലാം ഉള്ള അങ്ങനെ 5 6 പ്രൊഡക്റ്റേ ഉള്ളൂ. ഇതിന്റെ അപ്പുറം എനിക്ക് പ്രൊഡക്റ്റ് ഇല്ല. ഇതേ ഞാൻ കൊടുക്കുള്ളൂ. വേറെ ചോദിച്ചാൽ ഞാൻ പറയൂല. നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഇത് മാത്രമേ എനിക്കുള്ളൂ, പറഞ്ഞ് ഞാൻ കൊടുക്കാറില്ല. അപ്പോ മുസ്ലിം ചാമ്പിത്തേലുണ്ട്, അടിപൊളിയാ. ചാമ്പിത്തേൽ അടിപൊളിയാ, ഓക്കെ. കാരണം അതിന് എന്നെ സംബന്ധിച്ച് എനിക്ക് 500 രൂപ വില സാധനം ഒന്നും വിൽക്കാൻ പറ്റൂല. ഫേസ് സോപ്പെല്ലാം പറഞ്ഞ നല്ല സാധനം ഇടാന്ന് പറഞ്ഞ് കൊടുക്കാലോ. അപ്പോ വായജാലനായി സംസാരിക്കൊന്നുമില്ല, മറ്റേ മണ്ട ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ റീറ്റെയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിയായിരിക്കല്ലോ എത്രത്തോളം സെയില് പോകുന്നുണ്ട്. നമ്മളൊരു ബന്ധം പൈസ അത്യാവശ്യം ആള് വാങ്ങുന്നുണ്ട് എന്നല്ലാണ്ട് അങ്ങനെയുള്ളൂ. അപ്പോഴാണ് ലീഡേഴ്സ് ഇങ്ങനെ ഹോം ഷോപ്പിനെ പറ്റിയെല്ലാം പറഞ്ഞത്. ഇങ്ങനെ കാരണം സാർ പറയാം, നമ്മളെ വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് ആളുകൾക്ക് ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നം എന്താണെന്ന് നാട്ടുകാരിൽ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഒരു ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംഭവം വേറെ ലെവലാവും. സാറിന് നല്ല രീതിയിൽ ഓർഡർ കിട്ടും, കോളേജിൽ പോകുമ്പോൾ നല്ല രീതിയിൽ സെയിൽ നടക്കും, പേടിക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം അത് പറഞ്ഞപ്പോൾ എനിക്ക് ലൈക്കായി. കാരണം എനിക്ക് ഈ ബാക്കിയൊന്നും വിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നില്ല, ആളുകൾ വാങ്ങുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഇതെങ്ങനെ ഞാൻ കൊടുത്താൽ വാങ്ങുമോ, എല്ലാ പ്രശ്നമുണ്ട്. ആശുപത്രി സർട്ടിഫിക്കറ്റിനെ പറ്റിയൊന്നും ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോ എന്തോ ഉപയോഗിച്ചിട്ട് നല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ വലിയ ധൈര്യമില്ല എന്തോ. അപ്പൊ അങ്ങനെ ഹോം ഷോപ്പിൽ വെക്കാന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ, കാരണം പൈസ വേണല്ലോ, അതുവരെ 500 1000 ഓർഡർ കിട്ടുമ്പോ ഏകദേശം കിട്ടുമ്പോ അങ്ങനെ എടുക്കുള്ളൂ. അല്ല മുന്നേ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നുമില്ലേ. ഞാൻ ബിസിനസ്സുകാരനല്ല, കച്ചവടക്കാരനല്ല. അപ്പൊ അങ്ങനെ
ഹോം ഷോപ്പിക്ക് വേണ്ടി വീട്ടിൽ സംസാരിച്ച് വീട്ടിൽ പറഞ്ഞപ്പോ നോ ചെയ്യണ്ടെന്ന് വെച്ചാൽ ചെയ്യണ്ട, കാരണം വെറുതെ പൈസ ഇട്ട് കളിക്കണ്ട, വെറുതെ ഇടങ്ങാറാണ്ടെന്നെല്ലാം പറഞ്ഞു വീട്ടുകാർ നോ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് വിശ്വാസമുണ്ട്, പ്രോഡക്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല പോകും, ഡേറ്റ് ഉള്ള സാധനമാണല്ലോ, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞു പോകുന്നില്ല, നിങ്ങൾ പേടിക്കണ്ടെന്നെല്ലാം പറഞ്ഞപ്പോ വേണ്ട വേണ്ട വേണ്ട, കാരണം ഇനി ഇതിനെ കൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. സംഭവം വീട്ടിൽ വൻ പ്രശ്നങ്ങളാണ് സാമ്പത്തികമായിട്ട്. എന്നാലും അങ്ങനത്തെ ഡയലോഗ് അടിച്ച് ഞാൻ പറഞ്ഞ മാമന്റെ വാങ്ങും, മാമന്റെ കുട്ടീന്റെ വേണ്ട, ഇന്നെ കൊണ്ടാകുന്നു ഇനി ചങ്ങായി പറയുന്നത് കിട്ടും ഇനി കാര്യം ചെയ്തോന്ന്. ഏത് എനിക്ക് വയസ്സ് 19, എന്റെ ചങ്ങായി പറഞ്ഞപ്പോ എന്നേക്ക് 1 വയസ്സ് കൂടുതൽ അല്ലെ കുറഞ്ഞത് 2 വയസ്സ്, ഈ ഒരു ഗ്യാപ്പ് 19, 20, 21 വയസ്സിലെ ചങ്ങായിമാർ എല്ലാം കോളേജിൽ പോകുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെയൊക്കെ ഒന്നൊരു പൈസ ഉണ്ടാവില്ല. എന്നാലും നമ്മളൊരു വാശിക്ക് എന്നാ ഒന്ന് കാണണല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ന്യൂസ് പ്രിന്റ് ഇവിടെ ഇത് A4 ന്യൂസ് പ്രിന്റ് ഇവിടെ എത്ര വലിപ്പുണ്ടാവില്ലേ, അതിൽ എന്റെ ഓരോ ചങ്ങായിമാരെ പേര് എഴുതി. ഇത് വർക്ക് കൊടുക്കാൻ വേണ്ടി ലിസ്റ്റ് ഇട്ടല്ല, ഹോം ഷോപ്പ് ചെയ്യാൻ വേണ്ടി ലിസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് രാഹുൽ, ഉബൈദ്, സുഹൈദ്, സനഗ് എന്നെല്ലാം പറഞ്ഞ് എന്റെ എല്ലാ ചങ്ങായിമാരെ ലിസ്റ്റ് ചെയ്തിട്ട് വിളിക്കാൻ തുടങ്ങി. അളിയാ 2 ആഴ്ച കൊണ്ട് തരും 1000 രൂപ ഉണ്ടാവുക. കാരണം ഇവർക്ക് 1000 അതിന്റെ അപ്പുറം ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും കാറ്ററിംഗിന് പോയ പൈസയോ അല്ലെ പേപ്പർ ഇട്ട പൈസയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് 500, 1000, 250, 350, 450 അങ്ങനെ വിളിച്ച് എന്റെ ഒരു കമ്പനിക്കാരത്തിന് വിളിച്ചപ്പോൾ അത് ഈ പൈസ ആയിട്ടൊന്നുമില്ല, എന്റെ ഒരു മോതിരം ഉണ്ട്, അവര് മോതിരം വെച്ചാൽ മറ്റേ 10-40,000 രൂപ കിട്ടും. കാരണം നമുക്ക് ഗോൾഡിന്റെ വിലയോ മൂല്യം ഒന്നും അറിയില്ല, വാങ്ങി വെച്ച് നോക്കും, അത് വെച്ചാൽ 5000 രൂപ കിട്ടി. അങ്ങനെ എല്ലാം കൂടി പിന്നെ എന്റെ കമ്പനിക്കാരന്റെ അമ്മേന്റെ ഇരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയല്ല 30,000 രൂപ അറേഞ്ച് ചെയ്ത് ഒരു ഹോം ഷോപ്പ് അങ്ങ് വെച്ച് വീട്ടുകാർ ചോദിച്ച് പൈസ കിട്ടി, കമ്പനിയിൽ നിന്ന് കട എടുത്തതാ. അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് സെറ്റാക്കി ഞാനും എന്റെ മുസമ്മിലും കൂടി എന്നെ കൊണ്ടുവന്ന മുസമ്മിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഹോം ഷോപ്പ് ചെയ്യുന്നത്. 30,000 അങ്ങനെ ഇങ്ങനെ ഓരോ അങ്ങനത്തെ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഞാനും അറേഞ്ച് ചെയ്ത് അങ്ങനെ 60,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ എടുത്ത് എന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു അടിപൊളി ഹോം ഷോപ്പ് വെച്ച് നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉദ്ഘാടനം ചെയ്ത് അന്ന് നടന്ന സെയിൽ. അതായത് എന്റെ വീട്ടുകാർ എന്റെ നാട്ടുകാർ ആകെ വാങ്ങിയത് പൈസ സോപ്പും അങ്ങനത്തെ സാധനങ്ങളിലാണ് പറഞ്ഞ് വാങ്ങിയില്ല. പറയുമ്പോൾ അതായത് ഹോൾസെയിൽ അങ്ങനെ നമ്മൾ ഷോപ്പ് നന്നായിട്ട് വാങ്ങാം, ഗൾഫിൽ നിന്ന് കൊണ്ടുവരും, 6 കൊണ്ടുവരണം പറയുന്ന പോലെ ഇതേ ആൾക്കാർ അന്ന് ഹോം ഷോപ്പ് ചേർന്നാലും 34,000 രൂപ തീരെ വന്നവരിക്കും ഞാക്കും എല്ലാം ക്ലീൻ പോയി. കാരണം 34,000 സെയില് ഒരു 2 മണിക്കൂറോട് നടക്കാന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസം വന്ന് അതുവരെ എന്റെ പ്രൊഡക്റ്റുകൾ ഞാൻ കൊടുത്താലേ വാങ്ങുള്ളൂ, നമ്മള് ചോദിച്ച് അങ്ങോട്ട് പോയി കൊടുത്താലേ ആളുകൾ വാങ്ങുള്ളൂ. പക്ഷെ പിന്നീട് ഹോം ഷോപ്പിക്ക് ശേഷം ഞാൻ കോളേജിൽ പോകുമ്പോൾ അമ്മ പറയും മറ്റേ അതിർത്തി വന്നിരിക്കുന്ന മറ്റേ ചോന്ന സാധനം കൊണ്ടുപോയിക്കുക, 700 രൂപേന്റെ സാധനം പൈസ എനിക്ക് തരുന്നാ പറഞ്ഞ പൈസ നിൽക്കില്ല, വോയിസ് ആയിട്ട് ഞാൻ കോളേജിലുണ്ടാവും. പ്രൊഡക്റ്റുകൾ വീട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിലാവാൻ തുടങ്ങി. അപ്പോൾ ഹോം അതായത് നല്ല റീറ്റെയിൽ നടക്കുന്നുണ്ട് ലോകത്ത്. എല്ലാ ബിസിനസ്സും ഏത് ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിലും നല്ല കസ്റ്റമേഴ്സ് ആവും. അങ്ങനെയാണല്ലോ എല്ലാ ബിസിനസ്സും. കുറെ കസ്റ്റമേഴ്സ് എല്ലാം കിട്ടാൻ തുടങ്ങി. പിന്നെയാണ് അത്യാവശ്യം ഞാൻ നാളെ മുഖാന്തരം മെല്ലെ മെല്ലെ ടീം ഡെവലപ്പ് ആവാൻ തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ പോയി. അപ്പൊ നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടുമല്ലോ. ആദ്യം തുടക്കത്തിൽ ഞാൻ മൈലേജിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങൾ കണ്ടിട്ടോ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ജസ്റ്റ് പൈസ സോപ്പോ അല്ല എന്തെങ്കിലും ആഴ്ചക്ക് 500 രൂപ കിട്ടിയാൽ കോളേജിൽ പോകുമ്പോൾ ഫുഡ് അടിക്കാം, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു പൈസ ഉണ്ടാക്കണം, അതിന്റെ അപ്പുറം ഒന്നുമില്ല. അങ്ങനെ തുടക്കത്തിൽ മെല്ലെ മെല്ലെ പൈസ കിട്ടാൻ തുടങ്ങി. അതുവരെ നമ്മള് കോളേജിൽ പോകുമ്പോൾ കഴിക്കാന്ന് വെച്ചാൽ പൊറോട്ട സാധനം വല്ലപ്പോഴും എന്തായാലും ചോറ്, അതിന്റെ അപ്പുറം കഴിക്കുമല്ലോ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നല്ലാണ്ട്. പക്ഷെ മെല്ലെ മെല്ലെ മൈലേജ് നിന്ന് പൈസ കൊണ്ട് മെല്ലെ ചില്ലീസിലേക്ക് പോകാനും അൽഫാം കഴിക്കാനും പതിയെ ഭക്ഷണ രീതിയിൽ മാറ്റം വന്നു. പിന്നെ അത് മെല്ലെ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി, വാച്ച് വാങ്ങാൻ തുടങ്ങി. പതിയെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നേടാൻ പറ്റി. പിന്നെ വീട്ടുകാർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഇതേ ലാഭം കൊണ്ട്, അതായത് ഞാൻ ഹോം ഷോപ്പ് ചെയ്തുണ്ടാക്കിയ പ്രൊഡക്റ്റിവിറ്റി ലാഭവും കുറച്ച് തുടക്കത്തിൽ കൊണ്ടുവച്ച് കുറച്ച് വലിയ ലാഭം കൊണ്ട് വീട്ടിലെ അമ്മക്കൊരു മോതിരം വാങ്ങി കൊടുക്കുന്നത്. കാരണം പണ്ടേ ഇമോഷണൽ ഗോളാണ്, വീട്ടിലെ എന്തെങ്കിലും ഗോൾഡായിട്ട് വാങ്ങിച്ചു കൊടുക്കണം. കാരണം വീട്ടിൽ ഗോൾഡോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 100 രൂപ അമ്മക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ മോതിരം വാങ്ങിച്ചു തുടങ്ങി. പിന്നെ വീട്ടിലേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ ഞാൻ ഓരോ അച്ചീവ്മെന്റ് കുറച്ച് സ്ലൈഡായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഓരോന്ന് കാണിച്ചു തരാം. വീട്ടിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ തൊട്ട് അങ്ങനെ ഓരോന്ന് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു 5,000 രൂപന്റെ, അതായത് തുടക്കം നിങ്ങളിൽ 5,000 ആണല്ലോ നമ്മുടെ ആക്ടിവേഷൻ എമൗണ്ട്. ഈ 5,000 ആക്കാൻ തന്നെ ഞാൻ മറ്റേ 5 കിട്ടുകൂടി ആ പ്രൊഡക്റ്റ് എടുത്തത്. 1,500, 500 അങ്ങനെയെല്ലാം കൂടിയിട്ടാണ് ഞാൻ 5,000 രൂപയുടെ വിൽപ്പന എടുത്തത്. ലാസ്റ്റ് റിസ്കത്തിന് 30,000 ഹോം ഷോപ്പിൽ അങ്ങനെ തുടങ്ങിയ ബിസിനസ്സാണ്. ഇന്നിപ്പം 3 വർഷം കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെല്ലാം ഡെവലപ്പ് ആകുമ്പോൾ എല്ലാവരും ടീം ഡെവലപ്പ് ആകുന്നുണ്ട്. അപ്പോൾ ഈ മേഖല പിന്നെ ഞാൻ കൂടുതൽ പഠിച്ചു. അതുവരെ നിർബന്ധിച്ച് പ്രോഗ്രാമിന് പോയതാണെങ്കിൽ പിന്നീട് സ്വന്തം എൻ്റെ ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് പ്രോഗ്രാമിന് പോകാനും പിന്നീട് ഫോണിലൂടെ തന്നെ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ മൈലേജിനെ പറ്റിയിട്ടും പ്രോഡക്റ്റിനെ പറ്റിയിട്ടും കൂടുതൽ പഠിച്ച് അങ്ങനെ ഇതെന്നെ കൊണ്ട് മനസ്സ് വന്ന ഡെവലപ്പ്. വിജേഷ് സാർ മൈക്ക് ഓഫ് ആക്കുക സാർ.
ഓക്കെ, താങ്ക് യു. അപ്പോ സ്വന്തമായിട്ട് നല്ല പഠിച്ച് മൈലേജ് എന്താന്ന് മേഖല എന്താന്ന് കൃത്യം മനസ്സിലായി മെല്ലെ കോളേജ് പഠനം. എന്റെ ഡിഗ്രി സെക്കൻഡ് ഇരുന്ന് പഠനം പൂർണ്ണമായി ഡ്രോപ്പ് ചെയ്ത് ഫുൾ ടൈം ആയിട്ട് മൈലേജ് മാർക്കറ്റിംഗിൽ വന്നത്. ഇപ്പോൾ 1.5 വർഷത്തിന്റെ മേലെയായി ഫുൾ ടൈം ആയിട്ട് മൈലേജ് മാർക്കറ്റിംഗ് ചെയ്യുന്നു. എന്തുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറ്റ കാര്യങ്ങളിൽ ഫ്യൂച്ചർ ഇത് അത്രത്തോളം കോടികൾ, അതായത് 2 കോടിക്ക് മേലെ ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്ന 67 ലക്ഷം കോടിയുടെ കച്ചവടം ഓരോ ഇയറിൽ നടക്കുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സമയം എടുത്തു. 1.5 വർഷത്തിന് മേലെ എടുത്തു ഇത് വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ തുടങ്ങി. തുടക്കത്തിൽ നമ്മൾ 5000-30,000 കഷ്ടപ്പെടുത്ത് തുടങ്ങി ബിസിനസ്. ഇന്ന് 65 ലക്ഷത്തിന് മേലെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനും. തുടക്കത്തിൽ ഞാനൊരു 5-6 പേർക്കാണ് എൻ്റെ അത്ര ചെറിയ സർക്കിളാണ് നമുക്ക്. ആ സർക്കിൾ മുഖാന്തരം ഇന്ന് 500-ന് മേലെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൊടുക്കാനും അവർ മുഖാന്തരം 70 ലക്ഷത്തിന്റെ സെയിൽ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ 7-ന് മേലെ TCA ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം വലിയൊരു അസറ്റ് തന്നെയാണ്. 7-ന് മേലെ TCA ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഞങ്ങൾക്ക് അതായത് നമ്മുടെ വിജയമല്ല, നമ്മളെ തീരുമാനം നമ്മളെ മാത്രമല്ല, അത് നമ്മളെ, അതായത് നമ്മൾ മൈലേജിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മളെ മാത്രം ജീവിതമല്ല മാറ്റുക. പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് മാറ്റുക. നിങ്ങൾ ആലോചിക്കും, പ്രസാദ് സാർ SIT ഉണ്ടാക്കി, ഇന്ന് എത്ര ആളെ ജീവിതം മാറി. സത്യമാഷി ഏത് ലീഡേഴ്സിനെ എടുത്തോട്ടെ, അയാൾ എടുത്ത തീരുമാനം കൊണ്ട് ബാക്കിയുള്ള ഒരുപാട് ആളെ ജീവിതം മാറി. മറിച്ച് നമ്മളൊരു എംപ്ലോയി ആയി, ഒരു ഗവൺമെന്റ് എംപ്ലോയിയോ അല്ലെ സാധാരണക്കാരനോ ആരായാലും നമ്മളെ ജീവിതം അപ്പുറം, നമ്മളെ വീട്ടുകാരപ്പുറം നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സത്യാവസ്ഥയാണ്. കാരണം നമ്മളെ വരുമാനം നിശ്ചിതമായിരിക്കും. നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ പോലും നമുക്ക് വേണം റെക്കമെൻഡ് ചെയ്യാം ഏതെങ്കിലും ജോലിയിലേക്ക്. ഇങ്ങനെ ഒരു അവസരം ഉണ്ട്, ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇങ്ങനെ ഫ്രണ്ടിനൊന്ന് പരിഗണിക്കണമെന്നെല്ലാം പറയാൻ പറ്റുന്നല്ലാണ്ട് നമുക്ക് ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? അതിപ്പോൾ 1-2 പേർക്ക് നമുക്ക് എന്തെങ്കിലും ആയിട്ട് ജോലി കൊടുക്കാൻ പറ്റും, അതിനപ്പുറം കൊടുക്കാൻ പറ്റുമോ? റെഡി പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയാണ്, നമ്മളൊരു തൊഴിൽ ദാതാവാണ്. നമുക്ക് ആർക്കും ഏത് ജോലിയുള്ളവനായിക്കോട്ടെ, ഏത് ഏജുള്ളവരായിക്കോട്ടെ, ആർക്കാണെങ്കിൽ വരുമാനം കൊടുക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ ദാതാവാണ് നമ്മൾ. അതൊക്കെ എനിക്ക് മനസ്സിലാവാൻ കുറേ സമയം എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പൊട്ടൻഷ്യൽ ഒന്നും മനസ്സിലാവാൻ അങ്ങനെ തുടങ്ങിയൊരു ബിസിനസ്സാണ്. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ മെല്ലെ കോളേജ് പഠിത്തം നിർത്തി, ടീം സ്ട്രോങ് ആയി, ബിലീഫ് കൂട്ടി. കാരണം ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത്. അതുവരെ കോളേജ് പഠിക്കുകയും ചെയ്ത ആൾ പെട്ടെന്ന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ചെയ്യുന്നത്. അതുവരെ ഒരു വടകര ഏരിയയിൽ മാത്രം ഡെവലപ്പ് ചെയ്ത ടീം പിന്നെ മലപ്പുറത്തേക്കും കോഴിക്കോടേക്കും കൊല്ലത്തേക്കും ഡെവലപ്പ് ആകുന്ന, തൃശ്ശൂരേക്കെല്ലാം ഒന്ന് വ്യാപിക്കുന്നു, ടീം ഏറ്റെടുക്കുന്നു. അങ്ങനെ എൻ്റെ പണ്ടേ ഉള്ള ആഗ്രഹമാണ്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ലീഡേഴ്സ് നിർബന്ധിച്ച് നമ്മൾ തന്നെ ഒരു ഡയറിയെല്ലാം സെറ്റാക്കി ഉണ്ടാവില്ല കുറേ ആഗ്രഹങ്ങൾ. എൻ്റെ പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ ബൈക്ക്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അന്നേ ഇത് വാങ്ങണം. അന്നേ അത് വാങ്ങണം, സ്വന്തം അത് വാങ്ങും. അത് ആ വണ്ടി വാങ്ങണം. കുതിരപ്പുറത്ത് പോകുന്നവരുണ്ടാവും. അങ്ങനെ കാണുമ്പോൾ അങ്ങനെയാ. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് വാങ്ങുന്നത് പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്. അത് എൻ്റെ 20ാം വയസ്സിൽ സ്വന്തം വടകര പോയപ്പോൾ വടകര നിങ്ങൾക്ക് വണ്ടി കിട്ടൂല, 21 വയസ്സാവാണ്ട് ലോണ് പാസ്സാക്കാൻ പറ്റൂല, ഇത്രയും വലിയ ഹെവി വെഹിക്കിളായതുകൊണ്ട് എത്ര പൈസ വന്നാലും നിങ്ങളെ പേരിൽ വണ്ടി എടുക്കാൻ പറ്റില്ല, അമ്മേൻ്റെ പേരിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വടകരയിൽ നിന്ന് കിട്ടൂലെന്ന് ഉറപ്പായി തലശ്ശേരി പോയി അടിയുണ്ടാക്കി വാങ്ങിയ വണ്ടിയാണ് സ്വന്തം പേരിൽ 3 ലക്ഷം രൂപയുടെ ബൈക്ക്, ഹിമാലയൻ ബൈക്ക്. പണ്ടേയുള്ള ആഗ്രഹമാണ് എൻ്റെ 20ാം വയസ്സിൽ. അത് 25 വയസ്സിലായി ജോലിയെല്ലാം കിട്ടി വാങ്ങാന്ന് വെച്ച സാധനം എൻ്റെ 20ാം വയസ്സിൽ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ബൈക്ക് എടുക്കുക വലിയ കാര്യമാണെന്ന് വെച്ചാൽ ഒരിക്കലും വലിയ കാര്യമല്ല. പക്ഷേങ്കിൽ ഒരു ബൈക്ക് എടുത്ത് അത് 40,000 കിലോമീറ്റർ മേലെ ഓടി മെയിൻറ്റെയിൻ ചെയ്യുക, അതും സ്വന്തമായിട്ട്. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള 20, 21, 22 വയസ്സുള്ളവർക്ക് എല്ലാം വണ്ടി ഉണ്ടാവും, ബൈക്ക് പലതരത്തിലുള്ള അവർക്ക് കാറും ഉണ്ടാവും. പക്ഷെ അത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി എത്ര പേരുണ്ട്? ചുരുക്കം വരെ ഉള്ളൂ. എല്ലാവരും വണ്ടിയുള്ളത് വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി കരഞ്ഞു പിടിച്ച് വാങ്ങുന്നതാണ്. അതാണ് 20ാം വയസ്സിൽ മൈലേജ് മാർക്കറ്റിംഗിലൂടെ, അല്ലാണ്ട് എന്റെ കഴിവിലൂടെ അല്ല, മൈലേജിന്റെ കഴിവിലൂടെ ഞാൻ വണ്ടി എടുക്കാൻ പറ്റിയത്. പിന്നെ ഇപ്പൊ വീട്ടില് ഒരു iPhone 16 വാങ്ങിയതായിക്കോട്ടെ, എല്ലാം മൈലേജിലെ മാർക്കറ്റിംഗിലെ പൈസ ഉണ്ട്. തുടക്കത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, തുടക്കം ഞാൻ 500,000 എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ, അത്ര നമുക്ക് വേണ്ടു. പക്ഷെ നല്ല ടീം ഡെവലപ്പ് ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് 1000, 2000, 3000 വാങ്ങിക്കാൻ പറ്റി. പിന്നെ കൂടെ വന്നവർക്ക് ഈ 500,000, 2000 വാങ്ങിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഒരാഴ്ച 20,000, 30,000 വരെ ഒരു ഹൈയസ്റ്റ് വരുമാനം വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക ലീഡേഴ്സ്, അതായത് നമുക്ക് ഇപ്പോ കൂടെ വന്നവരെ വിജയിപ്പിക്കണം, അല്ലെങ്കിൽ കൂടെ വന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സാണ് മൈലേജ് സ്റ്റഡി. ഇപ്പൊ ആലോചിച്ച് ഇപ്പൊ വിനീഷ് സാർ MC, വിനീഷ് സാറെ പോസ്റ്റൽ ലീഡറാ, ഏത് ലീഡറാ സാറെ കൂടെ ഉള്ള പേര് പറയാൻ പറ്റുക? അനീഷ് സാർ. വിനീഷ് സാർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കില്ല അനീഷ് സാർ വിജയിക്കേ. അനീഷ് സാറിന് 2,10,000 കിട്ടുക, കാർ എടുക്കുക, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അത്രയും ആഗ്രഹിക്കും. ഇല്ല, അതാണ് ഈ ബിസിനസ്സിന് പ്രത്യേകത. ആർക്കും നമ്മളെ കൂടെ വരുന്ന എത്ര താഴെയുള്ള, ഏത് നിലവാരമുള്ളവരായിക്കോട്ടെ, ഏത് പ്രായമുള്ളവരായിക്കോട്ടെ, അവരെല്ലാം വിജയിക്കണം എല്ലാവരും ആഗ്രഹിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ അങ്ങനെ എന്റെ കൂടെ കുറെ പേര് വന്നു.
അതില് ഓരോരുത്തർ ഇപ്പൊ ഞാൻ ബൈക്ക് എടുത്തതിനുപരി എന്റെ കൂടെ വന്ന അഭിനവ് സാറ് NX 200X എടുത്തു, അതേപോലെ റീജാമയുടെ നാജിൽ സാർ എല്ലാവരും ബൈക്ക് എടുത്തു. ഓരോ ചിലർ ഗോൾഡ് വാങ്ങി, ഓരോ തരത്തിൽ ഓരോ വരുമാനങ്ങൾ വാങ്ങി. ചിലർക്ക് കുറെ കടകൾ നല്ല നല്ല വീട്ടാൻ തുടങ്ങി. ചില ലീഡേഴ്സ് ഉണ്ട് എന്നോട് വരുന്നത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി. ദിവസം രാവിലെ 7 മണിക്ക് ചെയ്യും, 11 മണി വരെ ചെയ്യും, അതിന് വൈകുന്നേരം പിന്നെയും പോയി ചെയ്യും. അങ്ങനെ ഡെയിലി 2000-3000 വരുമാനം ഉണ്ടാക്കുന്നവര് പലതരത്തിലുള്ള നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഗ്രോത്ത് കൂടി. അപ്പൊ എനിക്ക് നേട്ടം കിട്ടി, ഈ വരുമാനത്തിനുപരി എന്തെല്ലാം നമ്മൾക്ക് നേട്ടം കിട്ടി വെച്ചാൽ പെരുമാറ്റം, നമ്മളെ സംസാര രീതി എല്ലാം മാറാൻ തുടങ്ങി. അതുവരെ ആളുകൾ സംസാരിക്കാത്തത് ഇന്ന് ഏത് തരം ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡന്റ് കിട്ടി. പിന്നെ അതേപോലെ തന്നെ പൈസ കൈകാര്യം ചെയ്യും. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഈ 18 വയസ്സിൽ ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ തുടക്കത്തില് ഇത് ടീം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോ തരത്തിൽ റിജക്ഷൻ ആയിരിക്കും കിട്ടുക. ഇപ്പൊ എന്റെ സർക്കിൾ എന്ന് വെച്ചാൽ 18-19 വയസ്സുള്ള സർക്കിൾ, എന്റെ ഒരു പഠിച്ച കുട്ടികളുടെ സർക്കിൾ. ഇവരെയൊക്കെ നമ്മള് ബിസിനസ്സും കൊണ്ട് പോകുമ്പോൾ ഓരോ അച്ഛനോട് സംസാരിക്കുന്നു. അച്ഛനോട് പറയുമ്പോൾ അല്ല അമ്മേനോട് സംസാരിക്കാൻ പറയും ചെറിയ വയസ്സ് പൈസ കിട്ടിയാൽ നടക്കൂല, പൈസ കിട്ടുമ്പോൾ നമ്മള് വഴിതെറ്റി പോകുന്നെല്ലാം പറയും. അതാണ് എനിക്ക് കിട്ടിയ റിജക്ഷൻ. നിങ്ങളുടെ അടുത്തെല്ലാം പറയാ ഇപ്പൊ നടക്കൂലടാ, സമയമില്ല, അങ്ങനത്തെ എല്ലാം ഇതല്ല എന്നോട് പറയുക. പൈസ കിട്ടിയാൽ ശരിയാവൂല ചെറുപ്പത്തിൽ തന്നെ. അതാണ് ഞാൻ കേട്ട നെഗറ്റീവ്സ് അല്ല, ഒരു റിജക്ഷൻ. അതേപോലെ സംസാര രീതി മാറ്റി, റെസ്പോൺസിബിലിറ്റി മാറി. ഇന്നത്തെ തലമുറക്ക് എടുത്താല്, അതായത് ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്, അന്നത്തെ തലമുറക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന്. അപ്പൊ നമ്മളെ മൈലേജിൽ, അതായത് ഞാൻ മൈലേജിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് കടം വാങ്ങിയത്. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നത്, അത് തൊട്ട് നമ്മളെ ലൈഫ് മാറാൻ തുടങ്ങും. പിന്നെ നമ്മള് സർക്കിള് ലോ ഓഫ് ആവറേജ് എന്ന് പറയും. ഇപ്പൊ നമ്മള് എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങളെ മക്കള്, അതായത് 5 നല്ല പഠിക്കുന്ന കുട്ടികള്, നിങ്ങള് മോള് പുതിയൊരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് പോവാണ്. 5 നല്ല പഠിക്കുന്ന കുട്ടികളോടാണ് നിങ്ങളെ മോള് അല്ല മകൻ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും ഡെവലപ്പ് ആവും. ഉറപ്പല്ലേ? മറിച്ച് 5 തലതിരിഞ്ഞ് അല്ലെ കുരുത്തക്കെട്ട ടീമിന്റെ കൂടെയാണ് പോകുന്നതെങ്കിലോ ആ രീതിയിലേക്ക് അവള് മാറും. അതുപോലെയാണ് നമ്മളെ സർക്കിള്. നിങ്ങൾ ആലോചിച്ച് നമ്മളെ ലീഡേഴ്സിനെ ഒന്ന് നോക്കി നോക്ക്. നിങ്ങളെ മേലുള്ള അതിന്റെ മേലുള്ള എല്ലാ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ലീഡേഴ്സ് എല്ലാം സർക്കിള് വേറെയാണ്. ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിച്ച് അല്ല ആ കാഴ്ചപ്പാടിലൂടെ നടന്ന് അല്ല അവരോടൊപ്പം ഇടപെട്ടാൽ ഒരു സാധാരണക്കാരൻ അവനെ പറ്റുള്ളൂ. മറിച്ച് ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾ ആവണമെങ്കിൽ അവരെ പോലത്തെ അവരോട് നടക്കണം. ആ രീതിയിൽ നമുക്ക് മൈൻഡ് സെറ്റ് മാറ്റണം. വലിയ കാര്യമാണ്. അങ്ങനത്തെ ലീഡേഴ്സ് ഉണ്ട് നമുക്ക് കുറേ. നമ്മൾ ഓരോട് നടക്കുമ്പോൾ നമുക്ക് പലതും മാറിപ്പോകും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് തുടക്കത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അത്രയും ഇമാമുള്ള ലീഡേഴ്സ് നമുക്ക്. അത് ഞാൻ തുടക്കത്തിൽ ബിസിനസ്സിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ റോഡ് മുന്നിലെല്ലാം തേങ്ങ അല്ലെങ്കിൽ മറ്റേ ഓലയെല്ലാം എടുക്കട്ടെ, ഇത് വണ്ടി നിർത്തി ഓലയെല്ലാം മാറ്റിയിട്ടാ പോവാ. കാരണം എന്താ, കൂലി അധികം കിട്ടുന്ന അതല്ല. അത് അങ്ങനെ അത്രയും നല്ല കുറെ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ കുറെ ആൾക്കാരോടാണ് നമ്മളെ മക്കളെല്ലാം നമ്മൾ പോകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്വാളിറ്റി കൂടും. അങ്ങനെ ഇപ്പൊ കുറെ നമ്മളെ നിങ്ങളിപ്പം കുറെ മീറ്റിംഗ് കേൾക്കുന്നുണ്ട്, FS ട്രെയിനിങ് എല്ലാം കേൾക്കണം. കേട്ടാലേ നമുക്ക് അറിവ് കൂടുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മളെ കഴിവും കൂട്ടുക. ഇപ്പൊ കുറെ മീറ്റിംഗ് കേട്ടോണ്ട് ഇപ്പൊ 100 ബുക്കെല്ലാം വായിച്ചാൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുക. 100 നല്ല ക്വാളിറ്റി ഉള്ള ബുക്ക് വായിച്ചാൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി തന്നെ പഠിക്കണം. ഇതേപോലെ തന്നെയാണ് മൈലേജ് സ്റ്റൈലിൽ കുറെ ട്രെയിനിങ് കേട്ടത് കൊണ്ട് മാത്രം അച്ചീവർ ആവാൻ പറ്റില്ല. അതിനോടൊപ്പം തന്നെ ഫീൽഡ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. എന്തായാലും നിങ്ങൾ അത് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ആശംസിക്കുന്നു. ഇനിയിപ്പോ പിന്നെ ഇന്നത്തെ ഞാനൊരു മൈലേജിലെ കണ്ടത്, അതായത് എനിക്ക് എന്റെ രീതി, അതായത് എന്താണ് മൈലേജിന്റെ പ്രാധാന്യം. ഇപ്പൊ നിങ്ങളെ ഇന്നത്തെ ഒരു 90% ആളുകളും ഇപ്പൊ ഉള്ള ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാവരും എത്ര വരുമാനമുള്ളവരായിക്കോട്ടെ, എത്ര ചെറിയ വരുമാനമുള്ളവരായിക്കോട്ടെ, ഒരു സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ഒരാൾ പണിക്ക് പോയായി, ഇന്ന് 2-3 പണിക്ക് പോയാൽ പോലും നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം മൾട്ടിപ്പിൾ ഇൻകം ഇന്ന് മസ്റ്റാണ്. ഒരാൾക്ക് തന്നെ 2-3 ഇൻകം വേണം. പിന്നെ അതേപോലെ ഫ്ലെക്സിബിലിറ്റി, മൈലേജിന്റെ ഫ്ലെക്സിബിലിറ്റി ഒന്ന് ആലോചിച്ചു സാറേ. ഇത്ര ഇച്ചിനുള്ള പൊടിക്കുഞ്ഞുള്ളവർക്ക് മൈലേജ് ചെയ്യാം. 18 വയസ്സാകത്തേക്ക് വേണം അമ്മേന്റെ ഒരു ലൈസൻസ് എടുത്ത് തുടങ്ങാം. ഇനിയിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, 65 വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ടൈം ഫ്രീഡം. പിന്നെ 2,10,000 വേറെ കിട്ടും സാറേ. 2,10,000 അങ്ങനെ ഒരു മാസത്തിൽ 8,40,000 ഒരു ഐഡിയിൽ. ഇനി 3 ഐഡി ഡെവലപ്പ് ചെയ്യാം. പിന്നെ വീട്ടുകാർ ഐഡിയിൽ ആരംഭിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു കടലാണ്. അപ്പോ പിന്നെ എന്താ എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ദൈവവിശ്വാസിയാണോ അല്ലേ ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങളെ പ്രവൃത്തിയിൽ വിശ്വസിക്കണം. ഗ്യാരണ്ടിയാണ് ആ പ്രവൃത്തി നിങ്ങൾക്ക് വലിയ റിസൾട്ടിലേക്ക് എത്തിക്കും. പിന്നെ അതേപോലെ നമുക്ക് ഇപ്പൊ ഇന്ന് പല മീറ്റിംഗും പ്രോഗ്രാമിലും കിട്ടിയപ്പോ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. മീറ്റിംഗ് കേൾക്കും, കാരണം നല്ല പവറിൽ നമ്മൾ പിറ്റേന്ന് ഫീൽഡിലേക്ക് ചെയ്യും. പക്ഷെ പിന്നീട് നമ്മളെ ആവേശം നമ്മളെ ഒന്നങ്ങ് തുടങ്ങാൻ പ്രേരിപ്പിക്കും. പക്ഷെ അത് സ്ഥിരതയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാൻ പാർട്ട് ടൈം ആണ്, ഞാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ടും മൈലേജിൽ ചെയ്യുമ്പോൾ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ട്.
അത് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. കാരണം 1 മണിക്കൂറോ അരമണിക്കൂറോ അല്ല കോൾ ചെയ്തിട്ടോ അങ്ങനെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോളേജ് പഠിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ചധികം അവിടെ നിൽക്കേണ്ടി വരും, പിന്നെ ചങ്ങായിമാരോട് പോകുന്ന അതിന്റെ ഇടക്കല്ല ഞാൻ ചെയ്യും. മണിക്കൂർ കുറഞ്ഞാലും സ്ഥിരമായിട്ട് ചെയ്യലുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്നൊരു ടീം ഡെവലപ്പ് ആയതും ഇന്ന് അത്യാവശ്യം വരുമാനം വാങ്ങാൻ പറ്റിയതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇവിടെ കുറെ പേരുണ്ട്. ഇന്ന് 1 മാസമായിട്ട് ചെയ്യുന്നവരുണ്ട്, കുറെ കാലമായിട്ട് ചെയ്യുന്നവരുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. ഞാൻ തുടക്കത്തിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞില്ല, റീറ്റെയിൽ എന്നെ സംബന്ധിച്ച് റീറ്റെയിൽ നല്ല കുറവാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അറിവിടാത്തവർക്ക് ഞാൻ ചെയ്തതാണ്. അറിവിടാത്തവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കലോ ദൂരെ പോയിട്ട് പ്രൊഡക്റ്റ് വിൽക്കലോ അല്ല. ജസ്റ്റ് ഞാൻ ചെയ്ത നമുക്ക് കുറെ സർക്കിൾ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച അല്ല നമ്മളെ ബന്ധത്തിലുള്ള കുറെ സർക്കിൾ ഉണ്ട്, അവരിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഞാൻ പോയൊരു സംരംഭം തുടങ്ങിനി, നിങ്ങളൊന്ന് ഇതാണുള്ള കുറച്ച് പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ട്, ഇതെന്റെ പേസ്റ്റ് ആണ്, ഒന്ന് ഉപയോഗിച്ച് നോക്കണം, ഇഷ്ടപ്പെട്ട അടുത്ത പ്രാവശ്യം വാങ്ങണം, ഇത്രേ പറയുള്ളൂ. ഇതിന്റെ സംരംഭം ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, സോപ്പാണ്, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ട അടുത്ത പ്രാവശ്യം വാങ്ങണേ. ഇല്ലേ വാങ്ങണ്ട. അത് പറയുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ടില്ല പറയുന്നത്, ആള് വാങ്ങും. ഒന്നുമില്ല 10 ആൾ കൊടുത്താൽ 2 ആൾ വാങ്ങിക്കില്ലെങ്കിൽ 8 ആൾ വാങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ റീറ്റെയിൽ ചെയ്തത്. പിന്നെ ഞാനിപ്പോ എന്റെ ടീമിൽ ചെയ്യിക്കുന്നതുമാണ്. അതായത് ഈ റീറ്റെയിൽ ചെയ്യുന്നത് കസ്റ്റമറാണ് കിങ്. അത് ഏതൊരു ബിസിനസ്സിലായിക്കോട്ടെ കസ്റ്റമറാണ് കിങ്. അപ്പോൾ ഞാൻ പറയും ലീഡേഴ്സ് നിങ്ങൾ പ്രൊഡക്റ്റ് വിറ്റില്ല, അന്ന് റീറ്റെയിൽ എമൗണ്ട് കൂട്ടുന്നതിന് പകരം ആർക്കെല്ലാം കൊടുത്ത് ആ പേര് എഴുതുക, അവരെ നമ്പർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്പർ വേണ്ട, എന്നാ കൊടുത്ത് നൈറ്റ് എഴുതുക, എപ്പാ കൊടുത്ത് ഡേറ്റ് ഇടുക, എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കുക. ഹലോ മേഡം എന്തായി നിങ്ങൾ ഉപയോഗിച്ചിരുന്നേനുവാ അല്ല പറ്റുമെങ്കിൽ ചില നമ്മളെ പേസ്റ്റ് എല്ലാം സ്പോട്ടിൽ പൊളിച്ചാൽ കൊടുക്കുക. ചിലപ്പോ പേസ്റ്റ് വാങ്ങുക, വീട്ടിൽ പേസ്റ്റ് തീർന്നിട്ട് ഉപയോഗിക്കാന്ന് വെച്ചിട്ടായിരിക്കും. ആടെ നമ്മള് പേസ്റ്റ് വാങ്ങിയില്ലേ, പൈസ കിട്ടിയ അവിടെ തന്നെ മൂടി ഉറക്കുക, സാധനം പൊളിക്കൂല, പൊളിച്ചിട്ട് കൊടുക്കുക. അപ്പൊ എന്തായി അത് പെട്ടെന്ന് യൂസ് ചെയ്യൂലേ. നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതിന് പകരം റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ യൂസ് ചെയ്യണം. നമ്മളെ കമ്മിറ്റ്മെന്റോട് ആളുകൾ വാങ്ങുമായിരിക്കും, പക്ഷെ നമുക്ക് വേണ്ട എന്നാ ഒരു സ്ഥിരം വാങ്ങണ്ടേ, അപ്പോൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ പൊട്ടിച്ചു കൊടുക്കുക, ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, അങ്ങനെ പറഞ്ഞിട്ട് അത്ര അങ്ങനെ ചെയ്യുക. അതേപോലെ ഒരു ഡാറ്റ എപ്പോ നമുക്ക് ഉണ്ടാവും, നമ്മൾ ആർക്കെല്ലാം കൊടുക്കുന്ന ഡാറ്റ ഉണ്ടാവണം. അവരെ ഒരു മാസത്തിൽ 2 ആഴ്ച കൂടെ വിളിച്ചു നോക്കണം, എന്തുണ്ട് എങ്ങനെയുണ്ട് രീതിയിലൊന്ന് നോക്കണം. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മളെ വർക്ക് ഫോളോ അപ്പിനല്ല അല്ലെ, തുടക്കത്തിൽ നമ്മള് ലീഡേഴ്സിനെയും കൂട്ടി പോകുന്ന കാര്യം അതായിരിക്കും. അത് ചെയ്ത് തന്നെ പഠിക്കണം. എന്തായാലും നമ്മളൊരു പഠിപ്പും ഉറപ്പാണ്. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റിലായിരിക്കും പാളിപ്പോവുക, രണ്ടാമത്തേത് ആളപ്പോ ഇരിക്കുമ്പോഴുള്ള രീതിയിലായിരിക്കും പാളിപ്പോവുക, രണ്ടാമത് മൂന്നാമത് പിന്നെ എന്തെങ്കിലും രീതിയിൽ പാളിപ്പോവും ഉറപ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കണല്ലോ ചെയ്യുക. അപ്പൊ ഓരോന്ന് പ്രാവശ്യം നമുക്ക് തിരിയും, ഇത് കഴിഞ്ഞ പ്രാവശ്യം സെയിൽ പോയി ഇന്നേത് കൊണ്ടാണ്, ഇപ്രാവശ്യം ഇന്നേത് ചെയ്യണം. പിന്നെ നമ്മൾ നല്ല ബിലീഫ് കൊടുക്കുക. ലീഡേഴ്സ് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മളോ കണ്ടിട്ടാണ് അവർ ബിസിനസ് തുടങ്ങുകയോ ഇല്ലയോ ചെയ്യുക. നമ്മളെ നല്ല ബിലീഫ് വിശ്വാസത്തോട് കാര്യം പറയുക. ഞാൻ തുടങ്ങിയിട്ട് തുടക്കം വന്നവർക്ക് എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അച്ചീവ്മെന്റ്സ് എന്തായാലും ഉണ്ടാവില്ല. അവർക്ക് ചെറുതായിരിക്കും, പാന്റ് വാങ്ങിയതായിരിക്കും, അല്ലെ ആദ്യമായിട്ട് 450 രൂപ വരുമാനം വാങ്ങിയതായിരിക്കും. ഞാൻ 5000 പ്രൊഡക്റ്റ് എടുത്തിന് 5000 വിറ്റ് തീർത്തിട്ട് 2000 പ്രോഫിറ്റ് ഇട്ടിട്ട് ഇത്തിരി ഉള്ളൂ എത്തപ്പെടുന്ന കഴിഞ്ഞ് അതായിരിക്കും പറയാനുണ്ടാവും. അത് പറയുക, അത് നല്ല വിശ്വാസത്തോടെ പറയുക. അപ്പൊ ഓട്ടോമാറ്റിക് കേൾക്കുന്ന ആളുകൾക്ക് അതൊരു ഇംപ്രസ് ആയിരിക്കും. പിന്നെ നീഡ് എന്താന്ന് കണ്ടെത്തുക. ഇപ്പൊ ഞാൻ മുസമ്മിലിന്റെ നീഡായത് ഒരു ഹെയർ ഓയിൽ മര നരയുണ്ടല്ലോ എന്ന്. അതേപോലെ തന്നെ ഒലിക്ക് ഒരുപക്ഷെ ബിസിനസ്സിൽ എന്തെങ്കിലും നീടുണ്ടാവും, പ്രൊഡക്റ്റിലായിട്ടോ അല്ലെങ്കിൽ കിട്ടുക. എനിക്ക് രാത്രി ഇനി പണിക്കെല്ലാം പോയിട്ട് 6 മണിക്കെല്ലാം എത്തുക, 6 മണിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുക ഇല്ലല്ലോ, ഒരു പണി എടുക്കാൻ പറ്റില്ല. ആളുക ഇത് ചെയ്തോ, ഇത് ഓൺലൈനായിട്ട് ചെയ്താൽ ഇപ്പൊ പെണ്ണുങ്ങളോടെല്ലാം പറയാം, പെൺകുട്ടികളോടെല്ലാം പറയാം ഓൺലൈനായിട്ട് ചെയ്താൽ മതി, കിട്ടുന്ന ഒരു മണിക്കൂർ 2 മണിക്കൂർ ചെയ്ത് നോക്ക്, നഷ്ടമൊന്നുമില്ലല്ലോ, വീട്ടിൽ തന്നെ ചെയ്യുന്നില്ല, ചിലവൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞു കൊടുക്കുക. അവർക്ക് എന്തോ കിട്ടാനുണ്ടെന്ന രീതിയിലേക്ക് കൊടുക്കുക, ഒരിക്കലും അരിയിലേക്കൊക്കെ. പിന്നെ ഒരു മത്സര ബുദ്ധിയോടെ എല്ലാം കാണുക. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതായത് എന്റെ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ, അതായത് മൈലേജിലൂടെ പേസ്റ്റ് വിറ്റ് 40 രൂപ ഉണ്ടാക്കാനും ഹെയർ ഓയിൽ വിറ്റ് 100 രൂപ ഉണ്ടാക്കാനും ഒരു 1000 സാധനം വിറ്റ് 400 രൂപ ഉണ്ടാക്കാനും ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. അതിനുപരി നമ്മളെ മുകേഷ് അംബാനിനെ പോലെ, യൂസഫ് അലീനെ പോലെ, അദാനിനെ പോലെ കോടികൾ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട്. ലോകത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുണ്ട്. അതുപോലെ നമുക്കും ഡെവലപ്പ് ആവണം, അതുപോലെ കോടികൾ വരുമാനം നമുക്കും ഉണ്ടാവണം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് മൈലേജ് മാർക്കറ്റിംഗ്. അതിന് കമ്പനി വരുമാനം കൊടുക്കാൻ കമ്പനി റെഡിയാണ്, നമ്മൾ വരുമാനം കോരി എടുത്താൽ മതി. അപ്പൊ അത്രത്തോളം വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഒരിക്കലും മൈലേജ് ഇപ്പൊ 3 വർഷമായി ചെയ്യുന്നത്. ഈ 3 വർഷമായിട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഫിക്സഡ് വരുമാനത്തിലേക്ക് എത്താനല്ല, അനന്തമായ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയും മുബീൻ സർ. ആ രീതിയിലേക്ക് വളരണം. നമ്മള് ഉറങ്ങുമ്പോൾ കിടക്കുമ്പോൾ പൈസ കിട്ടണം, ആ രീതിയിലേക്ക് വളരണം. അതിനു വേണ്ടി നിങ്ങൾ മൈലേജ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഡ്രീംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് സ്റ്റേറ്റിംഗ് കോർഡിനേറ്ററിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വർഷം തന്നെ ഒരു കാർ എടുക്കണം. അതേപോലെ തന്നെ 2,10,000 ഈ ഡിസംബറിലേക്ക് എന്തായാലും വാങ്ങിയിരിക്കണം. അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ. പിന്നെ ഒരു 30 വയസ്സിലേക്ക് റിട്ടയർമെന്റ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ 22 വയസ്സാണെങ്കിൽ 30 വയസ്സാകുമ്പോഴത്തേക്ക് റിട്ടയർമെന്റ്, അതിനുശേഷം പിന്നെ പാർട്ട് ടൈം ആയിട്ട് വൈകിട്ട്
ഞാൻ കിടന്നുറങ്ങിയിട്ടോ അല്ലെ ട്രാവൽ അടിച്ചിട്ടോ അത്ര, കാരണം എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര ഇല്ലേ വലിയ ഫാനാ. ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ കറങ്ങണം എന്നാണ് ആഗ്രഹം. 30 വയസ്സിലേക്ക് 30 രാജ്യം കറങ്ങണം. അതിൽ 30 ലക്ഷം വരുമാനം ഓരോ മന്ത്ലി ഉണ്ടാക്കണം. അത് കൂടാതെ 3 പ്രീമിയം കാർ. 30 വയസ്സിലേക്ക് ഇങ്ങനത്തെ ചെറിയൊരു ആഗ്രഹങ്ങൾ എനിക്കുള്ളൂ. അങ്ങനത്തെ പിന്നെ ഒരു മറ്റേ ഞാൻ സിനിമാ പ്രേമിയാണ്. സിനിമ എല്ലാ സിനിമയും ഫസ്റ്റ് ഷോ പോയി കാണുന്ന അങ്ങനത്തെ ഒരാളാണ്. പണ്ടേ അങ്ങനെയാണ്. അപ്പൊ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം. കുറച്ച് പാവപ്പെട്ട സിനിമയിലേക്ക് വരട്ടെ, പിന്നെ പറ്റുമെങ്കിൽ എനിക്കെല്ലാം ആക്ട് ചെയ്യാലോ. അങ്ങനെ നിങ്ങൾക്ക് ഒരു നടനെല്ലാം കാണാൻ പറ്റും. അങ്ങനെ അഭിനയ കഴിവൊന്നുമില്ല, പക്ഷെ ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് സ്വന്തം ഇനീഷ്യേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ലീഡേഴ്സ് തുടക്കത്തിൽ ലീഡേഴ്സ് പണ്ടേ ചെയ്യലുള്ളൂ, നിർബന്ധിച്ചിട്ട് കീച്ചു കൊണ്ടുപോകണം തന്നെ. ഒരു വർക്കിനായിക്കോട്ടെ, ഫോളോപ്പിനായിക്കോട്ടെ. ഞാൻ കുളിക്കാൻ മാത്രം 1 മണിക്കൂർ എടുക്കും. ഇങ്ങനെ ലീവുള്ള അല്ലെങ്കിൽ ലീഡേഴ്സ് വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകണം. ഇല്ലേ അവർക്ക് അറിയാം വരൂലാന്ന്. എന്നെയും കുറെ സമയം എടുക്കുന്നത്. രാവിലത്തെ ചായ കഴിഞ്ഞ് 12 ചോറ് നിന്നിട്ട് ഞാൻ എണീക്കുള്ളൂ, അല്ല കീയുള്ളൂ. അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് ഇത് സ്വന്തം ബിസിനസ് ആണെന്നൊരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ, സത്യമാഷ് പറയുമ്പോൾ അറിവിനേക്കാൾ പ്രധാനം തിരിച്ചറിവാണ്. അതൊരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവിലായിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങി. ടീമിനെ വിളിക്കാനായിക്കോട്ടെ, ഡെവലപ്പ് ആയിക്കോട്ടെ, മീറ്റിംഗ് ഒക്കെ ആയിക്കോട്ടെ, എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി. അതേപോലെ പെട്ടെന്ന് എല്ലാ സംഘത്തെ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയില്ല. കുറെ കാര്യങ്ങൾ കേട്ടിരുന്നു എന്നറിയാം. കുറച്ച് ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഇവിടെ വന്ന എല്ലാവർക്കും വലിയ വലിയ വിജയാശംസകൾ നേരുന്നു. വലിയ സ്ട്രോങ് ഡെവലപ്മെന്റ്, ടീം ഡെവലപ്പ് ചെയ്യാനും വലിയ വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് ഓൾ ദ ബ്യൂവേഴ്സ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു അബിൻ സാർ. എന്തായാലും നമ്മുടെ കമ്പനിയുടെ പ്ലാനിൽ കൃത്യമായി